ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ മുളക്, ചീര ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗ് എങ്ങനെ ഫില്ല് ചെയ്യാം, അതേപോലെ ഇവിടെ കൃഷി രീതിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് വിളവെടുക്കാനായിട്ടുള്ള കുറച്ച് മുളകാണ്. നീല വെറൈറ്റി ഉണ്ട്, അതേപോലെ വൈറ്റും ഉണ്ട്. അത് അല്ലാത്ത ടൈപ്പുള്ള മുളകുകൾ, ഉണ്ടമുളക്, നല്ല എരിവുള്ള ടൈപ്പും ഒക്കെ നമ്മൾ ഇതേപോലെ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീരയുണ്ട്, മുളക് പല ടൈപ്പ്, പല വെറൈറ്റികളായിട്ട്. ഇത് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതേപോലെ പഴുപ്പിച്ച് വിത്തുകളൊക്കെ ആക്കി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് പുതിയ തൈകളൊന്നും കിട്ടാതെ ആയി വരും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് പഴുപ്പിച്ച് തൈകളൊക്കെ ആക്കി എടുക്കാറുണ്ട്. അതിൽ നിറയെ കായ്കളുണ്ടായിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് കളറുള്ള നല്ലൊരു നീല വെറൈറ്റി. അതിൽ തന്നെ ചെറിയ വലുപ്പമുള്ള ഇലകളൊക്കെ കണ്ടാൽ തന്നെ നല്ല ഒരു കളറായിട്ട്, നീല കളർ തന്നെ. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാമെന്ന് നോക്കാം. ഇതുപോലെ ഒരു ചാക്കിലാണ് നമ്മൾ നിറയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാക്ക് സിമെൻറ്റ് ചാക്കാണ്. ഉള്ളിൽ കുറച്ച് ചാണകപ്പൊടി മണ്ണും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ചുകൂടി പോട്ടി മിക്സ് ഉണ്ട്. നമുക്ക് അടുക്കള വേസ്റ്റ്, അതേപോലെ കോഴി കാഷ്ടം ഒക്കെ ഉണക്കി പൊടിച്ച് കുറേശ്ശെയൊക്കെ ഈ ഗ്രോ ബാഗിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളൊരു ചീരത്തൈയാണ്. ചീരത്തൈ നമ്മളൊരു റോസാച്ചെടിയിൽ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ഈ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാം. പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ചാണകപ്പൊടി, മണ്ണ്, നമ്മുടെ അടുക്കള വേസ്റ്റുകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് പോട്ടി മിക്സ്, ഇതെല്ലാം കൂടി ആക്കി നമ്മൾ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ ഈ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രോ ബാഗ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു ചീരത്തൈയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വിളവെടുക്കാനായിട്ടുള്ള ഒരു ചീരത്തൈയാണ്. ഈ ചുവട്ടിൽ നമുക്ക് കുറച്ച് മുളകിൻ്റെ വിത്തുകളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള വിത്ത് മാത്രമാക്കി ഇട്ട് കൊടുക്കുക ചെയ്താൽ മതി. എങ്ങനെയായാലും ഇത് മുളച്ച് കിട്ടിക്കോളും. അതേപോലെ നമ്മൾ ചട്ടികളിലൊക്കെ അതേപോലെ വിത്തുകൾ മുളച്ച് ചേർത്ത തൈകളാണ് കാണുന്നത്. ഇതൊക്കെ ഇനി സെപ്പറേറ്റ് ചെയ്ത് നടാനുള്ളതാണ്. ചെറിയ ഗ്രോ ബാഗിലൊക്കെ മാറ്റി നടാനുള്ളതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നതും അതേപോലെ നമ്മുടെ വളപ്രയോഗമൊക്കെയാണ് ഇവരോട് പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.